ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന് മുൻപിൽ പരാതി എത്തിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തി എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയും പരിശോധിച്ച് റിപ്പോർട്ട് തേടിയേക്കും. പുറത്തുവന്ന ഈ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തിയതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി വന്നിരിക്കുന്നത്. അർച്ചനയോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം ഇനിയിപ്പോൾ പോലീസിന്റെ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്, അതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പോലീസിലേക്ക് പരാതി എത്തിയിരിക്കുകയാണ്. ഈ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ബൈറ്റ് നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് ഇന്നലെ എത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരാതി പോലീസിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിന്, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതിന് ഗർഭസ്ഥ ശിശുവിനും ഒരു അവകാശമുണ്ട് എന്ന് കരുതുന്ന നാടാണല്ലോ നമ്മുടേത്. ആ അവകാശങ്ങളെ ഹനിക്കാൻ ശ്രമിച്ചതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്ന കംപ്ലൈന്റ് എന്ന് പറയുന്നത്. പോലീസ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എങ്ങനെയാണ്? അവർ അതിൽ കാണുന്ന ഒരു സാധ്യത എന്താണ്? മനു, പ്രധാനമായും ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്താണ് ഈ അഭിഭാഷകൻ, അതായത് പരാതി കൊടുത്ത അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭാഷണത്തിലുടനീളം ഗർഭചിത്രം നടത്താൻ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വ്യക്തവുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അഭിഭാഷകനായ ഇൻഡോ ജോർജ് ഇത്തരൊരു പരാതിയുമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനെ അതുപോലെ ബാലാവകാശ കമ്മീഷനെയും സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണം തേടും. ശേഷമായിരിക്കും ഇതിൽ കേസെടുക്കാനുള്ള നിയമസാധ്യതകൾ പരിശോധിക്കുക. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത്. അതേസമയം തന്നെ ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് തേടാനുള്ള ഒരു സാധ്യത കൂടിയാണ് മുന്നിലുള്ളത്. എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളും വകുപ്പുകളും ചുമത്താവുന്ന തരത്തിലുള്ള സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നത് വ്യക്തമാണ്. ഇതുകൂടാതെ തന്നെ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തുക, ഒപ്പം ഗർഭചിത്രം നടത്തുക, കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ സംഭാഷണത്തിലുടനീളം പറയുകയും ചെയ്യുന്നത്. യുവതിയെ മാനസികമായും ശാരീരികമായും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ, അതായത് സംഭാഷണത്തിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അധികാരം പ്രയോഗമാണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി പോകാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങിയത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലടക്കം വെല്ലുവിളിച്ചത് തനിക്കെതിരെ ഒരു പരാതി പോലും വന്നിട്ടില്ലല്ലോ എന്നാണ്. ഇപ്പോൾ പ്രധാനമായും അഭിഭാഷകന്റെ പരാതി, ഒപ്പം ട്രാൻസ്ജെൻഡറായ അവന്തിക നിയമ നടപടി സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ നിയമസാധ്യത പരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായും നടത്തുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം സെൻട്രൽ പോലീസിലാണ് പരാതി കൊടുത്തത്. അത് ഇന്നലെ വിശദമായി പോലീസ് പരിശോധിച്ചു. ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണം തേടാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതിനുശേഷമായിരിക്കും FIR അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി, നമ്മളെല്ലാം ഓഡിയോ സന്ദേശം കേട്ടതാണ്, അതിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇത്തരത്തിൽ ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല, അല്ലെങ്കിൽ തനിക്കിതൊരു ഭാവിയിൽ താനൊരു പൊളിറ്റീഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഭാവിയിൽ തനിക്കിത് ബുദ്ധിമുട്ടാകുമെന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം. കാരണം പൂർണ്ണമായും ഉത്തരവാദിത്തം ആ സ്ത്രീയിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായത്. ഈ ചാറ്റിലടക്കം അത് വ്യക്തവുമാണ്. അതുകൊണ്ടാണ് ഈ അഭിഭാഷകൻ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം വെല്ലുവിളിച്ചത് തനിക്കെതിരെ ഒരു പരാതിയും ഇല്ലല്ലോ എന്നാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, അതിലെങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നാണ് പ്രധാനമായി അറിയേണ്ടത്. അതേസമയം തന്നെ അവന്തിക, നമ്മൾ ഇന്നലെ അവന്തികയുടെ ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തികയുടെ സംഭാഷണം അടക്കം, അതായത് പ്രതികരണം അടക്കം കേട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശമായ രീതിയിലാണ് അവരോട് പെരുമാറിയത്. ലൈംഗിക വൈകൃതത്തോടെ, അതായത് റേപ്പ് ചെയ്യണം, തന്നെ ബലാത്സംഗം ചെയ്യണം എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമീപിച്ചതെന്നാണ് അവന്തിക പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തന്നെ നിരന്തരം ഇത്തരത്തിൽ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ശല്യപ്പെടുത്തിയിരുന്നു. ഇന്നലെ പരാതി പറഞ്ഞ ശേഷവും തന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്തരത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കാരണം ഒരു ധൈര്യം വന്നത് ഇപ്പോൾ നിരവധിയായ പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷമാണ് തനിക്കും ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും അവന്തിക നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഇനിയും ഒരു സ്ത്രീ ഇത്തരത്തിൽ, അതായത് ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ആൾ പോലും ഇങ്ങനെ വളരെ മോശമായി പെരുമാറുന്നത് രീതി ഇങ്ങനെ കൊണ്ടുപോയാൽ അത് വലിയ വിപത്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു പെൺകുട്ടി ഇയാളുടെ ഇരയാകാൻ പാടില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് അവർ ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്ന തരത്തിലേക്ക് ഇന്നലെ പ്രതികരണം നടത്തിയത്. എന്തായാലും അവർ അതിന്റെ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അർച്ചന, ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് ഈ അവന്തികയോട് ഈ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിരിക്കുന്നത്. അതായത്
എനിക്ക് നിങ്ങളെ ബലാത്സംഗം ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം, അതിന് കേരളത്തിന് പുറത്തു പോകണം, ബാംഗ്ലൂരോ ഹൈദരാബാദോ അതൊക്കെയാണ് ലൊക്കേഷൻ അയാൾ പറഞ്ഞതെന്നാണ് അവന്തിക നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവന്തികയ്ക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. പൊതുസമൂഹം ഒരിക്കൽ കൂടി കേൾക്കട്ടെ എന്നേ. അവരുടെ കൂട്ടത്തിലുള്ള ഒരു ജനപ്രതിനിധിയായി ഇവിടെ നടന്ന ഒരാൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ, ലീലാവിലാസങ്ങൾ എന്തൊക്കെയായിരുന്നു, മനസ്സിലിരിപ്പ് എന്തൊക്കെയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി കേൾക്കട്ടെ. അവന്തികയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന്. ലൈംഗിക ചേഷ്ടയോട് എൻ്റെ അടുത്ത് വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. കാരണം എന്നെ റേപ്പ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ 2-3 പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. കാരണം തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാൾ എന്നെ പരിചയം. പിന്നെ അതിനുശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തലത്തിലായിരുന്നു. മാത്രമല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്നും അയാൾ എന്നെ വിളിക്കുന്നതും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനും തെളിവുകൾ അതാണ്. അതോർത്തു നോക്കൂ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അവന്തികയെ അയാൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അയാൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു അവന്തിക എന്തെങ്കിലുമൊക്കെ പുറത്ത് പറയുമോ എന്ന് അയാൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ആ ഭയം സത്യമായിരിക്കുന്നു. അവന്തിക തുറന്നു പറഞ്ഞിരിക്കുന്നു തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ എന്നതാണ്. ഏറ്റവും മോശം സമീപനം അവന്തികയോട് കാണിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രിമിനൽ മൈൻഡ് എന്തായിരുന്നുവെന്ന്, അയാളുടെ വൈകൃത ചിന്തകൾ എങ്ങനെയായിരുന്നുവെന്ന്.